നേർക്ക് നേർ നിന്ന് ചുണ്ടൻ വള്ളം കളി മത്സരത്തിന്റെ ഈ പോരാട്ടത്തിന്റെ ആരവം ആവേശം ഉൾക്കൊള്ളുന്നവരാണ് ഇതിൽ കൂടുതലും. അങ്ങനെ 21 ചുണ്ടൻ വള്ളങ്ങളാണ് തയ്യാറായി നിൽക്കുന്നത്. 72ാമത് നെഹ്റു ട്രോഫി ഈ വള്ളംകളി മത്സരത്തിലെ ജലമഹോത്സവത്തിൽ ആരവമുയർത്താൻ വേണ്ടി ഏതാണ്ട് 100-ലേറെ പേർ ഓരോ ചുണ്ടനിലും 100-ലേറെ പേർ അണിനിരക്കുന്ന പോരാട്ടം. ഒരുപക്ഷെ ഈ ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾക്കാണ് വേദിയാകുന്നത്. അത് താളമുണ്ട്, അതിൽ ശാസ്ത്രമുണ്ട്, തുഴയെറിയുന്നതിന്റെ എനർജിയുണ്ട്, ആവേശമുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ അതൊരു സമന്വയമാകുന്നു. എല്ലാ തരത്തിലും നാനാ തരത്തിലും അതിന്റെ താളം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അതിന്റെ ശാസ്ത്രം കൊണ്ടും ഒക്കെ ചേർന്ന വളരെ മനോഹരമായിട്ടൊരു കായികീനമായി തന്നെ ഇതിനെ മാറ്റുന്നത്, വ്യത്യസ്തമായിട്ടുള്ള കായികീനമായി ഈ വള്ളംകളി മത്സരത്തെ മാറ്റുന്നത് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടമാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടത്തിന് ഹീറ്റ്സിനെ കാത്തിരിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തിന് ശേഷം ചെറുവള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടങ്ങൾ നടക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും ആവേശത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഏറ്റവും മികച്ച 4 ടീമുകൾ ആരാണ്, ഏറ്റവും മികച്ച 4 സംഘങ്ങൾ, അതിലാരാണ് നെഹ്റു ട്രോഫി ഉയർത്തുക, അതിലാരാണ് ആ വെള്ളിക്കപ്പ് ഉയർത്തുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്ന നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളംകളി മത്സരത്തിന്റെ ഫൈനൽ പോരാട്ടം നടക്കുന്നത്. എന്നാണെങ്കിലും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നിശ്ചിത സമയത്തേക്കാൾ അല്പം വൈകിട്ടുണ്ട്. ഇപ്പോൾ 3 മണിയായി സമയം. 3 മണിക്ക് ആദ്യ ഹീറ്റ്സ് ആരംഭിക്കേണ്ട സമയമാണ്. എന്താണെങ്കിലും ഒരു 15 മിനിറ്റ് സമയം വൈകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 3 മണിക്ക് ആരംഭിക്കേണ്ടതാണ് ഹീറ്റ്സ് മത്സരങ്ങൾ. പക്ഷേ ഇപ്പോൾ 3:05 ഈ സമയത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയുന്നില്ല. എന്നാണെങ്കിലും ചുണ്ടൻ വള്ളങ്ങൾ മാസ് ഡ്രില്ലിന് ശേഷം ഇനി ചെയ്യുന്നത് അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഒന്നൊന്നായി അവരുടെ ഹീറ്റ്സ് നമ്പർ അനുസരിച്ച് അവരുടെ ട്രാക്കുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. ആ ട്രാക്കുകളിലേക്ക് പോകുന്നതോടുകൂടി തന്നെ ഇരു കരകളിലുമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പതിനായിരങ്ങൾ, ആയിരങ്ങൾ അവർ ആരവം മുഴക്കും. അവരുടെ മുന്നിലൂടെ ഓരോ ചുണ്ടൻ വള്ളങ്ങളും കടന്നു പോകുമ്പോൾ അവരുടെ ആരവമുണ്ടാകും, ആഘോഷമുണ്ടാകും, ആർപ്പുവിളിയുണ്ടാകും, കൊമ്പുണ്ടാകും, കുഴലുണ്ടാകും. അങ്ങനെ ഇതാ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 72ാമത് നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളംകളി മത്സരത്തിന്റെ ആവേശകരമായിട്ടുള്ള നിമിഷങ്ങൾ കൈകൊട്ടി സന്തോഷം പ്രകടിപ്പിച്ച് കർണാടക മുഖ്യമന്ത്രിയും. അങ്ങനെ സഹോദരത്തിന്റെ മനോഹരമായിട്ടുള്ള നിമിഷത്തിലേക്ക് പോവുകയാണ്. മാസ്ഡ്രില്ലാണ് നടക്കുന്നത്. എല്ലാ ചുണ്ടൻ വള്ളങ്ങളിലെ തൊഴിച്ചില്ല ഒരേ മനസ്സോടുകൂടി ഒരു മെയ്യായി ഒറ്റത്തുഴയായി അവർ ആ ചുണ്ടൻ വള്ളങ്ങളിൽ തുഴയുന്നത് പോലെ മാസ്ഡ്രില്ലിലും അണിനിരക്കുന്ന ഒരേ സമയം അവരുടെ തുഴകൾ ആകാശത്തേക്ക് ഉയർത്തി അവർ തയ്യാറെടുക്കുകയാണ്. ഇത് തുടക്കമാണ്, മനോഹരമായിട്ടുള്ള ഒരു നിമിഷം. ആ നിമിഷത്തിന് ശേഷം ഇനി ഹീറ്റ്സിന്റെ പോരാട്ടമാണ്. ഹീറ്റ്സ് മത്സരത്തിന് ശേഷം ഫൈനൽ പോരാട്ടം. അങ്ങനെ വാശിയേറിയ, ഏറ്റവും കൗതുകമേറിയ, ഏറ്റവും ദൃശ്യ മികവാർന്ന, ഭംഗിയാർന്ന ഒരു കായിക ഇനത്തിനാണ് പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഓണനാളുകളിലേക്ക് മലയാളികൾ എത്തുമ്പോൾ ഇതിൽ പരം ആനന്ദം എന്താണ്? ഇതിൽ പരം ആനന്ദം ഏത് കായിക ഇനത്തിന് നൽകാൻ കഴിയും? ഓണം ആഘോഷിക്കാൻ മാസ്റ്റിൽ തുടരുന്നു. ഒരേപോലെ തുഴ മുകളിലേക്ക് പൊക്കി, ഒരേപോലെ തുഴ ആകാശത്തേക്ക് ചുഴറ്റി ഓരോ തുഴക്കാരും അമരത്തിരിക്കുന്നവരും ഒക്കെ ചേർന്ന് ആ മാസ്റ്റിലിന്റെ ഭാഗമാകുന്നു. അല്പസമയത്തിനകം തന്നെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കേണ്ടതാണ്. അല്പസമയത്തിനകം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. മാസ്റ്റിൽ ഏറെക്കുറെ പൂർണ്ണമാകാൻ പോവുകയാണ്. ചുണ്ടൻ വള്ളങ്ങൾ ഒന്നൊന്നായി ഇതാ മെല്ലെ പിന്നിലേക്ക് എടുത്ത് ആ ഹീറ്റ്സിനായി തയ്യാറെടുക്കാൻ പോകുന്ന സാഹചര്യമാണ് കാണുന്നത്. ഒരുമിച്ച് വീണ്ടും ആ മാസ്റ്ററിൽ പങ്കെടുത്ത് 21 ചുണ്ടൻ വള്ളങ്ങൾ, കേരളത്തിന്റെ മനസ്സ് അറിയിക്കുന്ന പോലെ 21 ചുണ്ടൻ വള്ളങ്ങൾ ഒരുമിച്ച് ഇറങ്ങാൻ പോകുന്നു. ആ മാസ്റ്ററിൽ അണിഞ്ഞതിനു ശേഷം ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള നീക്കമാണ്. ഒന്നൊന്നായി ഓരോരോ ചുണ്ടൻ വള്ളങ്ങൾ മാസ്റ്റിൽ കഴിഞ്ഞു. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള പോക്കാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നു. അവിടെ അവരവരുടെ ട്രാക്കുകളിൽ, നേരത്തെ നിശ്ചയിക്കപ്പെട്ട ട്രാക്കുകളിലേക്ക് അവരണിനിരക്കുന്നു. എന്നാണെങ്കിലും ഹീറ്റ് നമ്പർ 1 മനോഹരമായിട്ടുള്ള വാശിയേറിയ പോരാട്ടമാണ് പ്രതീക്ഷിക്കേണ്ടത്. അവിടെ തലവടി ചുണ്ടനുണ്ട്, കരുവാറ്റ ശ്രീവിനായകനുണ്ട്, ആയാപ്പറമ്പ് പാണ്ടിയുണ്ട്, വിയപുരം ചുണ്ടനുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള 4 ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്ന ഹീറ്റ് മത്സരങ്ങൾക്കാണ് ആദ്യം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തലവടി ചുണ്ടൻ ഇക്കുറി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തലവടി ചുണ്ടനിലെത്തുമ്പോൾ കരുവാറ്റ ശ്രീവിനായകനിലാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് എത്തുന്നത്. അവരുടെ ഫാൻസ് ക്ലബ്ബാണ് കരുവാറ്റ ശ്രീവിനായകനിലെത്തുന്നത്. ആയാപ്പറമ്പ് പാണ്ടിയാണ് ട്രാക്ക് നമ്പർ 3. ആയാപ്പറമ്പ് പാണ്ടിക്ക് IBR
ജലോത്സവത്തിൽ 2006 ജലോത്സവ വേദിയിലേക്ക് ഞാൻ ജയപ്രകാശിലേക്ക് കൂടി പോകുന്നു. ജയപ്രകാശ് നമ്മോടൊപ്പം പൂർണ്ണമായിട്ടും ഈ മത്സരങ്ങളുടെ തത്സമയ വിവരണവുമായി നമ്മുടെ ചേരും. ജയപ്രകാശ്, അങ്ങനെ മാസ്റ്ററിൽ കഴിഞ്ഞു, ഇനി ഹീറ്റ്സ് ആണ്. ആദ്യ ഹീറ്റ്സ് തന്നെ പൊടി വാർന്ന ഹീറ്റ്സ് ആണ്. ആ ഹീറ്റ്സിൽ തന്നെ ഉണ്ട്, അവിടെ പേരുകൾ നോക്കിയാൽ തന്നെ തലവടിയുണ്ട്, വിയവരമുണ്ട്, അവിടെ KTBCയുടെ ഫാൻസ് ക്ലബ് ആണെങ്കിൽ പോലും, മാത്രമല്ല UBC BBC ഒരു കൈനഗിരി പോരാട്ടമാണ്. കൈനഗിരിയിലെ 2 ക്ലബ്ബുകൾ, UBC കൈനഗിരി പുന്നമടക്കായലിൽ ഇതിഹാസം രചിച്ച ക്ലബ്ബാണ്. കാരിച്ചാൽ ചുണ്ടലിൽ 2 പ്രാവശ്യം ഹാട്രിക് നേടിയ ക്ലബ്ബാണ്. ചരിത്രമുള്ള UBC മാറ്റുരയ്ക്കുമ്പോഴത്തേക്ക് അത് വിയപുരം ചുണ്ടലിലാണ് ഈ പ്രാവശ്യം അവർ തുഴയെറിയാൻ വരുന്നത്. അതോടൊപ്പം തന്നെ തലവടി ചുണ്ടനുണ്ട്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് തലവടി ചുണ്ടൻ പുതിയ വള്ളമാണ്, 2 വർഷമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. എങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. കരുവാറ്റ ശ്രീവിനായകനുണ്ട്, ആയാവറമ്പ് പാണ്ഡിയുണ്ട്. ആ നിലയിലുള്ള 4 ജലരാജാക്കന്മാരാണ് ആദ്യ ഹീറ്റ്സിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും മത്സരം പൊടിപൂരമായിരിക്കും. കാണികൾ ആവേശഭരിതമാണ്. ഈ പുന്നമടക്കായലിന്റെ ഓളപ്പരവുകളിൽ വിസ്മയം തീർക്കുന്നതിന് വേണ്ടി അവർ ഇതാ കാത്തിരിക്കുകയാണ്. റൈറ്റ്, ഞാൻ ജയപ്രകാശ് പറഞ്ഞ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. അതായത് കൈനഗരി, UBC കൈനഗരി, BBC കൈനഗരിയും തമ്മിലുള്ള പോരാട്ടത്തിനാണ് ആദ്യ ഹീറ്റ്സ് പ്രധാനമായി മത്സരം ആകുന്നത് എന്ന് തോന്നുന്നു. അതിൽ കരക്കാർ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം, ഒറ്റക്കരയിൽ നിന്നുള്ള 2 ടീമുകൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായത് വില്ലേജ് ബോട്ട് ക്ലബ് BBC കൈനഗരിയാണ്. BBC കൈനഗരി ഇക്കുറി അവർ ആ വിയപുരം ചുണ്ടനെ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അവരുടെ വാക്കുകൾ, അവരുടെ ആരോപണം എന്തെന്നാൽ UBC കൈനഗരി കരാർ ഉറപ്പിച്ച ശേഷം ആ ചുണ്ടൻ വള്ളത്തെ അവരിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരുപക്ഷെ ചുണ്ടൻ വള്ളം, ഈ വള്ളംകളി മത്സരത്തെ ഫോളോ ചെയ്യുന്നവർക്ക് അതിൽ വ്യക്തമായ ബോധ്യം ഉണ്ടാകും. ഈ ആരോമ എന്ന പുതിയ ടീമിന്റെ വരവ്, ആരോമ ക്ലബിന്റെ വരവിൽ BBC കൈനഗരി എന്ന ആ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരെ അപ്പാടെ പൊളിച്ചെടുത്തുകൊണ്ടുപോയാണ് അവർ ടീമിനെ അപ്പാടെ അടർത്തിയെടുത്തുകൊണ്ടുപോയാണ് അവർ ഈ ആരോമ എന്ന ക്ലബ്ബ് രൂപീകരിക്കുന്നത്. അപ്പോൾ BBC കൈനഗരിക്ക്, വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിക്ക് പുതിയൊരു ടീമിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ടായിരുന്നു. അവരുടെ ലീഡിംഗ് ക്യാപ്റ്റൻ മാത്രമാണ് നിലനിന്നത്. ബാക്കി മുഴുവൻ അംഗങ്ങളെയും പൂർണ്ണമായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് ലീഡിംഗ് ക്യാപ്റ്റൻ പോയി. അത് നിരണം ചുണ്ടനിൽ ബൈജുകുട്ടനാണ്. അപ്പം പൂർണ്ണമായിട്ടും ടീമിനെ വാർത്തെടുക്കേണ്ടി വന്നു. അക്ഷരാർത്ഥത്തിൽ അമരം മുതൽ ചുണ്ടുവരെയുള്ള ഓരോ തൊഴിൽക്കാരെയും പുതിയതായി കണ്ടെത്തേണ്ടി വന്നു UBC കൈനഗരിക്ക്. അതെ, തീർച്ചയായിട്ടും. വില്ലേജ് ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, വില്ലേജ് ബോട്ട് ക്ലബാണ്, വില്ലേജ് ബോട്ട് ക്ലബിനെ സംബന്ധിച്ചുള്ള അത്ര ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അവർ പുതിയ ടീമിനെ വാർത്തെടുത്തു, നല്ല പരിശീലനം നടത്തി. ഈ കുറി എന്ത് വിഷയമുണ്ടെങ്കിലും നെഹ്റു ട്രോഫി മുത്തമിടുമെന്നുള്ള ആവേശത്തിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. മത്സരം കിടക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. വിയപുരം ചുണ്ടൻ 2023-ൽ, അതോടൊപ്പം 2025-ൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലൂടെ നെഹ്റു ട്രോഫി മുത്തമിട്ട വള്ളമാണ് വിയപുരം ചുണ്ടൻ. കഴിഞ്ഞ വർഷം 4.21 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത വിയപുരം ഇക്കുറി UBC കൈനഗരിയിലൂടെ മാറ്റുരയ്ക്കാനെത്തുമ്പോൾ തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബിലൂടെ തലവടി ചുണ്ടൻ വരുന്നു. കരുവാറ്റ ശ്രീവിനായകൻ KTBC ഫാൻസ് ക്ലബ്ബ് കുമരകം തുഴയുകയാണ്. അതിനും ചരിത്രമുള്ള ക്ലബ്ബുകളാണ്. ആയാവറമ്പ് പാണ്ടി, IBRA കൊച്ചിൻ, അങ്ങനെ 4 ക്ലബ്ബുകൾ എണ്ണം പറഞ്ഞു തുഴയെറിയുവാനായിട്ട് ഒന്നാം ഹീറ്റ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് തലവടി ചുണ്ടൻ, കരുവാറ്റ ശ്രീവിനായകൻ, അയാപറമ്പ് പാണ്ടി, വിയപുരം, അങ്ങനെ 4 ജല ചക്രവർത്തിമാരുടെ തേരോട്ടത്തിന് നിമിഷങ്ങൾക്കകം പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നിമിഷങ്ങൾക്കകം പുന്നമടക്കായൽ ഈ 4 ജലരാജാക്കന്മാരുടെ പോരാട്ടത്തിന് വേദിയാകും. മാസ് ഡ്രില്ലിന് ശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും. 21 ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്നു ഈ നെഹ്റു ട്രോഫി ആ വെള്ളിക്കപ്പിനായി. ആ വെള്ളിക്കപ്പ് ആർക്ക്, ഈ 21 ചുണ്ടന്മാരിൽ ആർക്ക്, ഏത് ക്യാപ്റ്റന് എന്നുള്ളതൊക്കെ ആവേശകരമാണ്, കാത്തിരിക്കേണ്ടതാണ്. എങ്കിൽ പോലും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം, ആവേശം അത് പരകോടിയിലാണ്. ഓണാഘോഷത്തിന്റെ അവധികളോ ഒന്നുമില്ല ഈ ആരാധകരെ, ഈ കാണികളെ മാറ്റി നിർത്തുന്നതിൽ എന്നുള്ളതാണ്. വെയിൽ പ്രശ്നമല്ല, മഴ പ്രശ്നമല്ല, എല്ലാം മാറ്റി നിർത്തി അവരെത്തുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. വിയപുരത്തിന്റെയും ഒപ്പം തലവടി ചുണ്ടന്റെയും പോരാട്ടമായിരിക്കണം വില്ലേജ് ഹീറ്റ് നമ്പർ 1-ൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തലവടി ചുണ്ടൻ, ഒരിക്കലും ഓർപ്പിക്കുന്നു, തലവടി ചുണ്ടൻ ട്രാക്ക് നമ്പർ 1-ൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി. കൈനഗരിയിൽ തന്നെയുള്ള UBC കൈനഗരിയാണ് വിയപുരം ചുണ്ടനിൽ. കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായ വിയപുരം ചുണ്ടൻ, അന്ന് വില്ലേജ് ബോട്ട് ക്ലബിന്റെ ചുണ്ടനായിരുന്നു വിയപുരം. ഇക്കുറി
അവരുടെ തന്നെ നാട്ടിലെ UBC കാറ്റഗറിയുടെ ചുണ്ടൻ വെള്ളമായി വിയപുരം എത്തുകയാണ്. അതിൽ ഒരുപാട് തർക്കങ്ങൾ, ആക്ഷേപങ്ങൾ ഒക്കെ പരസ്പരം ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് മാത്രമല്ല, ആ നാട്ടിലുയരുന്ന വലിയ വാശിയുടെയും വീറിന്റെയും കഥയുണ്ട്. അത് പിരിവിന്റെ അല്ലെങ്കിൽ സാമ്പത്തികം കണ്ടെത്തുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് പിന്നിൽ എന്നുള്ളത് ഓർക്കണം. അപ്പോൾ എല്ലാം ചേർത്ത് ഒരു UBC VBC പോരാട്ടമായി അല്ലെങ്കിൽ കൈനഗിരി വേഴ്സസ് കൈനഗിരി പോരാട്ടമായി കാണണം ഹീറ്റ് നമ്പർ 1 എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, ഇതിനകത്ത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഈ ചുണ്ടൻ വള്ളങ്ങൾ പുതിയതായി എത്തുന്നുണ്ട് കളത്തിലേക്ക്. പ്രാവശ്യം 3 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ സീസണിൽ എത്തുന്നത്. ആരോമയുണ്ട്, പുണ്യാളനുണ്ട്, അതോടൊപ്പം ആർപ്പൂക്കരയും. അങ്ങനെ 3 ചുണ്ടൻ വള്ളങ്ങൾ പുതിയതായി എത്തുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇറങ്ങിയ നിരണമുണ്ട്, തലപടിയുണ്ട്, വിയ്യപുരമുണ്ട്, അങ്ങനെയുള്ള ചുണ്ടവള്ളങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജലചക്രവർത്തിമാരുണ്ട്, നടുഭാഗമുണ്ട്, കാരിച്ചാലുണ്ട്, ചമ്പക്കുളമുണ്ട്. 16 പ്രാവശ്യം ജല ട്രോഫി മുത്തമിട്ട ജലചക്രവർത്തി കാരിച്ചാൽ എത്തുന്നുണ്ട്. 9 തവണ ഈ പുന്നമടക്കായയിൽ നെഹ്റു ട്രോഫി മുത്തമിട്ട ചമ്പക്കുളം എത്തുന്നുണ്ട്. 1952 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവേശഭരിതനായി ചാടിക്കേറിയ ചരിത്രമുള്ള നടുഭാഗം ചുണ്ടൻ എത്തുന്നുണ്ട്. അങ്ങനെ എണ്ണം പറയുന്ന വള്ളങ്ങളാണ് ഈ കുറി എത്തുന്ന. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ആരോമയും വിയപുരവും, തലവടിയും നിരണവും, ആർപ്പൂക്കരയും നടുഭാഗവും, നിരണവും ചമ്പക്കുളവും, ഇങ്ങനെയുള്ള വള്ളങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ ഫൈനൽ മത്സരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാരായിരിക്കുമെന്നുള്ളതാണ് കാണികൾ കാത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും കാത്തിരിക്കുന്ന ഒരു വേദിയാണ്, കാത്തിരിക്കുന്ന പോരാട്ടമാണ്. ആരംഭിക്കാൻ പോവുകയാണ് ഹീറ്റ് മത്സരങ്ങൾ. അല്പസമയത്തിനകം ഞാനുണ്ടാകും ഇവിടെ, ശരണ്യ അല്പസമയത്തിനകം ചേരും, ജയപ്രകാശ് നമ്മോടൊപ്പം ഉണ്ടാകും. അങ്ങനെ എല്ലാവരും ചേർന്ന് ഈ തത്സമയ വിവരണം നമ്മൾ കളറാക്കും, അടിപൊളിയാക്കും. തിരികെ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.